അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ടാസ്ക് സ്കൂബ ചെയ്യുക. ഞങ്ങൾ 3 പേരും സ്കൂബ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ സ്കൂബ ചെയ്യുന്ന കുറച്ച് ലഗൂണിൽ കുറച്ച് ദൂരേക്ക് പോകണം. ഒരു 10-200 മീറ്റർ ദൂരം മാറി കോറൽസ് ഉള്ള ഏരിയകളിലാണ് ഈ കളർ ഫിഷുകളും അതേപോലെ ഈ കോറൽസിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളും ഒക്കെ ഉള്ളത്. ഇവയെ കാണണമെന്നുണ്ടെങ്കിൽ ഈ കോറൽസ് ഉള്ള ഏരിയയിൽ പോയി ഡൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ബാച്ചിനൊപ്പം ഞങ്ങളൊരു ബോട്ടിലേക്ക് കയറി. ബോട്ടിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ആളുകളാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്നത് ലൈഫ് ജാക്കറ്റും സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടറും ഒക്കെയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഇതെല്ലാം നമ്മളെ അണിയിക്കും, എന്നിട്ട് ചാടണം. നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. മോള് ഹാപ്പി ആയിട്ടിരിക്കുക. മോനൊരു മൂഡ് ഓഫില്ല. അവനൊരു ടെൻഷനുണ്ട്, വെള്ളത്തിനടിയിൽ പോന്നതല്ലേ. അങ്ങനെ ബോട്ട് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോവുക. ബോട്ടിൻ്റെ സ്പീഡ് കൊണ്ട് വെള്ളം തെറിച്ചിട്ട് ക്യാമറയിലെല്ലാം ഫോഗ് പോലെ കുറച്ച് ബ്ലറുണ്ട്. എന്നാൽ നല്ല സൂപ്പർ കാറ്റും തണുപ്പും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഡൈവിങ് മാസ്റ്റർ ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ചാടി കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുക. അതിനുശേഷം ബോട്ടിനകത്ത് ഓരോരുത്തർക്ക് ഉള്ള ജാക്കറ്റ് അണിയുക. ജാക്കറ്റ് അണിയിക്കുന്ന ആദ്യം നമുക്കൊരു ഗ്ലാസ് വെക്കും. ഈ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മൂക്ക് അടയും. പിന്നെ നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല, വായിൽ കൂടെ ശ്വാസം എടുക്കണം. നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്ലാസ്സിൽ കൂടെ കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. ഗ്ലാസ് മൊത്തം ഫോഗായിട്ട് കാഴ്ച കിട്ടത്തില്ല. ഇതൊരു പ്രത്യേക ഒരു ലെൻസ് ടൈപ്പ് ഒരു ഗ്ലാസ്സാണ്. അതുകൊണ്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ മോൻ പയ്യെ വെള്ളത്തിലേക്ക് ഇറങ്ങി ജാക്കറ്റൊക്കെ ഇടുക. മോന് നല്ല ടെൻഷനായിരുന്നു. അവന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ സ്കൂബ ചെയ്യുന്നില്ല, അവന് ഛർദ്ദിക്കാൻ വരുന്നു, അവൻ്റെ വയറ് നോവുന്നു എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷനാണ്. അവസാനം ഞാൻ പറഞ്ഞ്, നമ്മളിവിടെ വന്നിട്ട് ഇത് ചെയ്തില്ലേ നമുക്കൊരു വലിയ നഷ്ടമാണ്, ഒരിക്കലും നമ്മളിത് മിസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചതിന് ശേഷം അവൻ എന്തും വരട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിരിക്കുക. അങ്ങനെ മോൻ വെള്ളത്തിനടിയിലേക്ക് പോകാൻ പോവുക. എല്ലാം ഇൻസ്ട്രക്ഷനും ഒക്കെ പുള്ളി കൊടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞതിന് ശേഷം പുള്ളിഞ്ഞ് മോനെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകാൻ പോവുക. അതിന് മുഖം വെള്ളത്തിലോട്ട് വെച്ച് ശ്വസിപ്പിക്കുക, ശ്വാസോച്ഛ്വാസം ചെയ്യിപ്പിക്കുക. മോളൊന്ന് 2 പ്രാവശ്യം താഴെ പോവും, വീണ്ടും വരും. അതൊക്കെ ഡൈവിങ് ഒരു കംഫർട്ടായിട്ട് തോന്നാത്തതുകൊണ്ടാണ് പൊങ്ങി വരുന്നത്. പക്ഷെ മോൻ ഫസ്റ്റ് പോയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവനെല്ലാ കാഴ്ചയും കണ്ടിട്ടാണ് വന്നത്. മോള് തിരിച്ച് വന്ന് വീണ്ടും 1-2 പ്രാവശ്യം മാസ്ക് മാറ്റി ശ്വാസമൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മാസ്ക് വെച്ചിട്ട് വീണ്ടും കൊണ്ടുപോകും. പക്ഷെ നല്ല രീതിയിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ആ കാഴ്ചകൾ കാണിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം മേളിലോട്ട് വന്നാലും അവർക്കൊരു മടുപ്പില്ലാതെ നമ്മളെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകും. സാറിന് ചിലർ നമ്മളെ ടെൻഷൻ അടിപ്പിക്കും, പക്ഷേ അതൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലർ ഒരു 3-4 പ്രാവശ്യം താഴെ പോവും, പൊങ്ങി വരും, താഴെ പോവും, പൊങ്ങി വരും. പക്ഷെ അവരെല്ലാം പോയി കാഴ്ചകൾ കണ്ടിട്ട് തന്നെയാണ് അവരെ തിരിച്ചവർ കൊണ്ടുവന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ മോള് വീണ്ടും താഴേക്ക് പോകാൻ പോവുക. പോയി 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 ഇനിയിപ്പോൾ അവർ ഡീപ്പിലോട്ട് പോകും. പയ്യെ ഡീപ്പ്. ആഹാ, ക്യാമറയിൽ കാണുന്നതല്ല, ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി 100 ഇരട്ടി അത്ഭുതമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച. അതൊന്ന് കണ്ടറിയുക തന്നെ വേണം. വളരെ എന്താ പറയുക, എന്തെല്ലാം തരം മത്സ്യങ്ങൾ, എന്തൊക്കെ കളറുകൾ, ഏതൊക്കെ വെറൈറ്റികൾ, അതെല്ലാം കണ്ടേച്ച് വരാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ. ഏപ്രിൽ 29, 2026 മുതൽ ലക്ഷദ്വീപിൽ പോകാനുള്ള പ്രൊസീജിയറൊക്കെ വളരെ ലളിതമാക്കിയെന്ന് ആണ് അറിയുന്നത്. നേരത്തെ പോലീസ് ക്ലിയറൻസ്, PCC ഒക്കെ വേണം, പിന്നെ സ്പോൺസർ വേണം. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ID-യും ഹോട്ടൽ ബുക്കിംഗും ഉണ്ടെങ്കിൽ പോകാം എന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞു വരുന്ന കാര്യങ്ങൾ. ആരെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോവുക. അതിമനോഹരമായ കാഴ്ചകളാണ് കടലിനടിയിൽ അവിടെ കാണാനുള്ളത്. ആ കാഴ്ചകൾ കണ്ടില്ലേ നമുക്കൊരു വലിയ നഷ്ടമാണ്. ആര് പോയാലും സ്കൂബ ചെയ്യാതെ വരരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ വണക്കം.